ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധയമ്മയ്ക്കൊരു പുഷ്പകിരീടം ചാർത്താനുള്ള ആത്മീയ യാത്രയിൽ നമുക്കിന്ന് സഹനാനുഭവങ്ങളെ ഇത്ര സുന്ദരമായിട്ട് ഏറ്റുവാങ്ങി സഭയ്ക്കു വേണ്ടി, ലോകരക്ഷയ്ക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധയമ്മേ, ജപമാല ചൊല്ലി ലോകം മുഴുവനുമുള്ള വിശ്വാസികൾ അമ്മയുടെ മാധ്യസ്ഥ തണലിൽ അനുഗ്രഹം യാചിച്ചണയുന്ന ഈ നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണം. സഹനത്തിൻ്റെ വഴിത്താരയിൽ അമ്മ കടന്നുപോയത് മറ്റാർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത ഏറെ അനുഗ്രഹീതമായ വഴികളിലൂടെയാണ്. ആ വഴികൾ ഞങ്ങളുടെ വഴികളാകട്ടെ. സഭ കടന്നു പോകുന്ന സഹനാനുഭവങ്ങളെ അമ്മ വഴികളോട് ചേർത്തൊന്ന് സ്വന്തമാക്കാനും ധ്യാനിക്കാനും, വ്യക്തിജീവിത സഹനങ്ങളെ അമ്മയെ അനുകരിച്ച് അനുഗ്രഹമാക്കാനും കൃപ തൂകണേ. നമുക്ക് അമ്മയോട് പാടി മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. സ്വലോകരാജ്ഞിയാമാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, സ്വലോകരാജ്ഞിയാമാതാവേ, സൗവർണ്ണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. വിശുദ്ധ മദർ തെരേസ നമ്മളോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തും: നീ ദുഃഖസമുദ്രത്തിലാണെങ്കിൽ പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ദുഃഖത്തിൻ്റെ ഇടങ്ങളിൽ അനുഗ്രഹത്തോടുകൂടെ ഇടപെടാൻ കഴിയുന്ന പരിശുദ്ധ അമ്മയെ, അമ്മ ഞങ്ങളുടെ ദുഃഖങ്ങളെ, സങ്കടങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹമാക്കണം. ഒരുപക്ഷെ മദർ തെരേസയുടെ ജീവിതം ഇങ്ങനെ പറയാനായിട്ടു കാരണമായി മാറിയത്, ആ അമ്മ തൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തിപരമായിട്ട് അടുത്തറിഞ്ഞനുഭവിച്ച് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചതുകൊണ്ടാവണം. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഈ വിഷയമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ സഹന വഴികൾ എത്ര സുന്ദരമായിട്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് മാതൃകയായി മാറുക എന്ന് നാം ഒന്ന് ചിന്തിക്കുകയാണ്. തിരുസഭ സഹനത്തിൻ്റെ വഴികളോട് കാണിക്കുന്ന ആഭിമുഖ്യവും സഹനത്തിൽ നിന്ന് കാണിക്കുന്ന അകലവുമൊക്കെ ഈ കൂട്ടത്തിൽ നമ്മുടെ ധ്യാനമാകണം. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളോട് പറയാനായിട്ടുള്ളത്, അമ്മയുടെ ജീവിതത്തിൻ്റെ ആദ്യ ചുവട് മുതൽ ഓരോ ചുവടിൻ്റെ പുറകിലും ഒരു സഹനത്തിൻ്റെ, സങ്കടത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ കഥ പറയാനായിട്ടുണ്ട്. ആരോടും പറയാതെ ഹൃദയരഹസ്യങ്ങൾ ഇങ്ങനെ നോവുകളും നൊമ്പരങ്ങളുമൊക്കെ കൊണ്ടു നടന്നൊരു പരിശുദ്ധയമ്മ തൻ്റെ ജീവിതത്തിൽ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ജീവിതമായി മാറിയെങ്കിൽ കാരണം തേടി അലയേണ്ടതില്ല. അമ്മ തൻ്റെ ജീവിതത്തിൽ ഈ സഹനാനുഭവങ്ങളെ രക്ഷാകരമാക്കാൻ കഴിയുന്നവൻ്റെ സന്നിധിയിൽ ചേർന്നാണ് വ്യാപരിച്ചത്. സഹനമെന്ന ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്തൊരു യാഥാർത്ഥ്യം. സത്യത്തിൽ ചില വായനകളൊക്കെ നൽകുന്ന വലിയൊരു ബോധ്യം, നിലനിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അത് സഹനം മാത്രമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മയുടെ ചെപ്പിൽ അവശേഷിപ്പുകളായിട്ട് മാറ്റി നിർത്തപ്പെടുന്നത് എന്ത് എന്ന് അന്വേഷിച്ചാൽ അത് സങ്കടങ്ങളാണ്. സന്തോഷങ്ങളൊക്കെ നൈമിഷികങ്ങളായിട്ടും താൽക്കാലികങ്ങളായിട്ടും നമ്മുടെ ജീവിതത്തിൽ
അതിങ്ങനെ ഓളം തീരത്തോടടുക്കും പോലെ അത് വന്ന് തിരയടിച്ച് മടങ്ങിപ്പോകും. നിലനിൽക്കുന്നത് സങ്കടാനുഭവങ്ങളാണ് എങ്കിൽ ഈ സങ്കടാനുഭവങ്ങളെ അമ്മ രക്ഷാകരമാക്കിയതുപോലെ, അമ്മ ആ സങ്കടത്തിൻ്റെ ദുരിതത്തിൻ്റെ അനുഭവങ്ങളെ അനുഗ്രഹമാക്കിയതുപോലെ നമുക്കുമൊന്നാക്കാൻ മാറ്റാൻ കഴിഞ്ഞാലാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ആനന്ദത്തിലേക്കും അനുഗ്രഹത്തിലേക്കും എത്തി നിൽക്കുക. ഒക്ടോബർ മാസത്തിലൊക്കെ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ കൃത്യതയോടുകൂടിയിട്ട് ധ്യാനിക്കുമ്പം ദുഃഖരഹസ്യങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ ആ അന്ത്യനിമിഷങ്ങളെ, സഹനത്തിൻ്റെ ഏറ്റവും നീറുന്ന അനുഭവങ്ങളെ ധ്യാനിച്ചു കടന്നു പോകുമ്പം അതിൻ്റെ പിന്നാമ്പുറത്ത് പ്രത്യക്ഷത്തിലല്ലാതെ പരോക്ഷമായിട്ട് ഓരോ ചുവടിലും ഒളിഞ്ഞിരിക്കുന്ന പരിശുദ്ധയമ്മ എന്നോടും നിങ്ങളോടും പറയാണ്, രക്ഷാകരമായ ഒരു സഹന വഴികളിലൂടെ ജീവിതത്തെ അനുഗ്രഹമാക്കണമെങ്കിൽ അമ്മയെ കാതു ചേർത്ത് പിടിച്ച് അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് പഠിക്കണം. സെർബിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് ലോസി എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ ജീവിതത്തിൽ മറ്റൊരാളും കടന്നു പോകാത്ത ഒരു സഹനത്തിൻ്റെ, സങ്കടത്തിൻ്റെ ദുരിതാനുഭവത്തിലൂടെ കടന്നുപോയി. ആ നാളുകളിലൊക്കെ ഈ സഹോദരി സന്യാസത്തിൻ്റെ ആദ്യ നാളുകളിലൂടെ കടന്നു പോവുകയാണ്. വ്രതസമർപ്പണം കഴിഞ്ഞിട്ട് ഒരു 5-8 വർഷമേ ആയിട്ടുള്ളൂ. 10-30 വയസ്സിലധികം പ്രായമായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പം വിശുദ്ധ യോഹന്നാൻ ക്രോസിൻ്റെയും അമ്മ ത്രേസ്യയുടെയും സഹന ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ, ഇരുണ്ട രാത്രികളെയൊക്കെ ധ്യാനിച്ച് കടന്നു പോകുന്ന ഈ കന്യാസ്ത്രീ അറിയാതാണെങ്കിലും ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹമുദിക്കുകയാ, എനിക്കും അവരെ പോലെ ഈ സഹനങ്ങളെ രക്ഷാകരമാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവണം, എനിക്കൊരു രക്തസാക്ഷിയായിട്ട് മരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ട് ആ കുടുംബത്തിൻ്റെ ആധാരമായി അനുഗ്രഹമായിരുന്ന ഈ സഹോദരിയുടെ 2 ആങ്ങളമാര് ഈ പട്ടാളക്കാരാൽ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നു. ചങ്കുപിടയ്ക്കുന്ന വേദനയോടുകൂടിയിട്ട് തൻ്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നൊമ്പരവും സഹനവും ത്യാഗവുമായി ഈ അമ്മ ഇങ്ങനെ, ഈ കന്യാസ്ത്രീ ഇങ്ങനെ വേദനിച്ച് കഴിയുകയാണ്. എങ്കിലും തൻ്റെ ബലമൊട്ടും കുറയാൻ അനുവദിക്കാതെ വീണ്ടും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്, എന്നെ രക്തസാക്ഷിയാക്കണേ എന്ന്. അപ്രതീക്ഷിതമായിട്ട് അന്ന് ഇരുളിൻ്റെ മറപറ്റി ഒരു പറ്റം പട്ടാളക്കാർ ഈ കന്യാസ്ത്രീ മഠത്തിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. അവിടെയുള്ള കന്യാസ്ത്രീകളെ മുഴുവനും അവർ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു, ശാരീരികമായി ബലാത്സംഗം ചെയ്യുന്നു. ഈ സഹോദരി മാത്രം 1 മാസങ്ങൾക്കും 1.5 മാസങ്ങൾക്കപ്പുറം ഒരു സങ്കടകരമായ സത്യം തിരിച്ചറിയുകയാണ്, തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുന്നു എന്ന സങ്കടകരമായ സത്യം. വലിയ വേദനയോടുകൂടി ഈ സത്യം തിരിച്ചറിഞ്ഞ് ലൂസി എന്ന ഈ കന്യാസ്ത്രീ തൻ്റെ ജീവിതത്തിൽ വളരെ സങ്കടകരമായ ഈ കാര്യത്തെ തൻ്റെ പ്രിയപ്പെട്ട അധികാരിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തെഴുതി ഇറ്റാലിയൻ മാധ്യമങ്ങളും ഒക്കെ ലോകം മുഴുവനും അത് വായിച്ചതാണ്. കത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയായിരുന്നു: ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഉദരത്തിൽ ഇന്നൊരു അതിഥി വളരുന്നുണ്ട്. എൻ്റെ അനുവാദത്തോടു കൂടിയിട്ടല്ല. കളയാനും ഉപേക്ഷിക്കാനും ലോകത്തിൽ ഒരുപാട് പേരെന്നെ ഉപദേശിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു മാതൃത്വത്തിൻ്റെ നിറവാർന്ന ഇടമായതുകൊണ്ട് ഞാനതിന് സന്നദ്ധയല്ല. ഞാൻ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. സന്യാസ ഭവനത്തിൻ്റെ ആവൃത്തിക്കകത്ത് നിന്നും പുറത്തുപോയി ഒരു നല്ല അമ്മയെപ്പോലെ എൻ്റെ കുഞ്ഞിനെ ഈ ലോകത്തിന് ശാപമാകാനല്ല, അനുഗ്രഹമാകാൻ വേണ്ടി വളർത്താൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അധികാരിക്കെടുക്കുന്ന കത്തിൽ തുടർന്ന് ഈ സഹോദരി പറയാണ്, രക്തസാക്ഷിയാകണമെന്ന് പലയൊരുവൻ്റെ മനസ്സാഗ്രഹിച്ചെങ്കിലും അത് ഇതുപോലത്തെ ഒരു വഴിയിലൂടെയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷം ദൈവം എനിക്കിതാണ് അനുവദിച്ചത്. ഒടുവിൽ ചേർത്ത് വയ്ക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുക്കുന്നു. ഞാൻ ഈ കുഞ്ഞിനെ കളയാതെ വളർത്തും. ഇന്നൊരു കാര്യം എനിക്ക് വ്യക്തമാണ്. കൂടുതൽ വ്യക്തതയോടുകൂടിയിട്ട് ഈ സന്യാസ ഭവനത്തിൻ്റെ ഉമ്മറപ്പടിയിൽ വന്ന് മണിയടിച്ചിട്ട് ജീവിതത്തിൻ്റെ സങ്കടം പറയുന്നവരോട് എനിക്ക് കുറേയും കൂടെ സഹാനുഭൂതിയോടുകൂടെ അടുക്കാൻ, അവരുടെ സങ്കടം കേൾക്കാൻ കഴിയുന്നുണ്ട്. വീണ്ടും കുറിച്ച് വെക്കുകയാണ്, ഇന്ന് അനാഥത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ, വൈധവ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, പീഡനത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കത് കുറേയും കൂടെ മനസ്സിലാകും. കാരണം സമാനാനുഭവത്തിലൂടെ കടന്നുപോയ എൻ്റെ ജീവിതം കൊണ്ട്. ആ കുറിപ്പുകൾ ഇങ്ങനെ അവസാനിക്കുകയാണ്:
എൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ ശത്രുവാകേണ്ട ഈ മകനെ ഞാൻ സ്നേഹത്തിൽ ഊട്ടി വളർത്തിയിട്ട് ലോകത്തിൻ്റെ അനുഗ്രഹമാക്കി മാറ്റും. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം ഒരു സഹനം ദുരന്തമായി മാറാമായിരുന്നത് ഒരു നിലപാടിൻ്റെ നിഷ്ഠ കൊണ്ട് പുണ്യമായും അനുഗ്രഹമായും മാറുകയാണ്. യുഗോസ്ലാവിയയിൽ നടന്ന ഒരു സംഭവം, കുർബാനയ്ക്ക് കൂടിയ കുഞ്ഞ്, അവൻ വളരെ കുഞ്ഞാ, 5-10 വയസ്സൊക്കെ പ്രായമേ ഉള്ളൂ. കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ വീഞ്ഞിൻ്റെ പാത്രം കൊണ്ടുപോയപ്പം അതവൻ്റെ കൈ തട്ടി താഴെ വീണ് അതിനോട് അതിക്രൂരമായിട്ടു നിലപാടെടുത്ത ഒരു പുരോഹിതൻ. അവൻ അന്ന് ദേവാലയത്തിൻ്റെ പടിവിട്ടിറങ്ങിയിട്ട് പിന്നീട് ഒരിക്കലും പള്ളിയിൽ കയറിയിട്ടില്ലെന്ന് മാത്രമല്ല, സഭയ്ക്കും പുരോഹിതർക്കും സംവിധാനത്തിനും എതിരായിട്ട് മാറുകയും യുഗോസ്ലാവിയയുടെ ചരിത്രത്തിൽ പോലും ഇത്ര മൃഗീയമായിട്ട് ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിത്വമായി, അധിപതിയായി രൂപാന്തരപ്പെട്ടു. എന്നാൽ അമേരിക്കയുടെ ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതനൊപ്പം സഹായിയായിരുന്ന ഒരു കൊച്ചുബാലൻ അവൻ്റെ കയ്യിലെ വീഞ്ഞും വെള്ളവും താഴെ പോയപ്പം ആ പുരോഹിതൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് സാരമില്ലെന്നും അത് കാര്യമാക്കേണ്ടെന്നുമൊക്കെ പറഞ്ഞ് സ്നേഹത്തിൻ്റെ കരവലയത്തിൽ അവനെ ചേർത്ത് പിടിച്ചപ്പം ലോകം മുഴുവനും അറിയുന്ന സുവിശേഷ പ്രസംഗകനായ ബിഷപ്പ് ഫുൾട്ടൻ ജേഷീനായിട്ട് ഈ കൊച്ചുബാലൻ പിന്നീട് രൂപാന്തരപ്പെട്ടു. സഹനാനുഭവങ്ങളെ രക്ഷാകരമാക്കാനായിട്ട് സ്വർഗമൊരുക്കുന്ന സുന്ദരമായ വഴിയുടെ പേര് മറിയമെന്ന. സഹന ജീവിതത്തിന് ഇത്രമാത്രം സുന്ദരമായ വർണ്ണവൈവിധ്യങ്ങളുടെ ചാലിപ്പുകൾ ചേർക്കാൻ കഴിയുമെന്ന് ലോകത്തോട് തൻ്റെ ജീവനം കൊണ്ട് പഠിപ്പിച്ച പരിശുദ്ധ മറിയം എന്നെയും നിങ്ങളെയും അരികിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഈ ഒക്ടോബറിൽ പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സഹനാനുഭവങ്ങളോട് അമ്മ ചേർന്ന് നിന്നതുപോലെ ഇന്ന് പച്ചമനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സഹനാനുഭവങ്ങളോട് അമ്മയുടെ ഭാവത്തോടെ ചേർന്ന് നിന്നാൽ അത് അത്ഭുതമാകും, അനുഗ്രഹമാകും, അഭിഷേകമായിട്ട് മാറും. ലയോ 13 മാർപ്പാപ്പ പറയുന്നുണ്ട്, അപകടത്തിലും പീഡനത്തിൻ്റെ കാലത്തിലും അഭയത്വനായിട്ട് നീ പരിശുദ്ധ അമ്മയിലേക്ക് അണയുക. അവളുടെ മാതൃസഹജമായ നന്മയിൽ നീ സമാധാനം തേടുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെയൊക്കെ ഇത്ര മനോഹരമായിട്ട് കൃപയോടെ കൈകാര്യം ചെയ്ത പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ച് മാർപ്പാപ്പ പറയാണ്, ജീവിതം ഏതു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും നീ അമ്മയെ അഭയം ഗമിക്കാനായിട്ട് അവളുടെ ജീവിതത്തിനരികിൽ പോയി നിന്റെ സങ്കടങ്ങളെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് രക്ഷാകരമാക്കാനായിട്ട് തീരുമാനിച്ചാൽ അനുഗ്രഹമായിട്ടും അഭിഷേകമായിട്ടും മാറും. അമ്മ തൻ്റെ ജീവിതത്തിലുടനീളം ചെയ്തത് ഈ സഹനങ്ങളെ ധ്യാനമാക്കി എന്നതാണ്. സഹനങ്ങളെ രക്ഷാകരമാക്കണമെങ്കിൽ ഈ സഹനങ്ങളെ, അതിൻ്റെ പുറകിലെ ദൈവിക പദ്ധതിയെ, അതിലൂടെ സ്വർഗം സ്വപ്നം കണ്ട അതിസുന്ദരമായിട്ടുള്ള വഴികളെ നമുക്ക് ധ്യാനിക്കാൻ പറ്റണം. നമ്മളിങ്ങനെ ചുമ്മാ ബാഹ്യമായിട്ടൊരു കണ്ണോടുകൂടെ ഇട്ട് ഇന്നിൽ മാത്രം, നമ്മുടെ പ്രത്യേകത എന്തെന്നാ, നമുക്ക് ഇന്നിൽ മാത്രമേ ജീവിക്കാനാവൂ. ഇന്നലകൾ കൈവിട്ടുപോയി, നാളെ നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഇന്നിൽ മാത്രം ജീവിക്കുകയാണ്. ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. മുൻപത്തെ നിമിഷമോ ഇനി വരാനുള്ള നിമിഷങ്ങളോ നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം ഇത് വളരെ മനോഹരമായിട്ട് സുന്ദരമായിട്ട് ധ്യാനിക്കുകയാണ്. സഹനങ്ങളെ ധ്യാനമാക്കിയ ജീവിതത്തിൻ്റെ പേരാണ് പരിശുദ്ധയമ്മ. സഹനത്തെ ധ്യാനമാക്കിയ പരിശുദ്ധയമ്മ ലോകത്തോട് കൃത്യതയോടുകൂടിയിട്ട് വിളിച്ചു പറയുന്നുണ്ട്, ഈ സഹനങ്ങളെ നീ ധ്യാനിക്കുമ്പം നീ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യത്തിലേക്കാണ് നീ എത്തുക. സഹനങ്ങളെ നമ്മൾ നന്നായിട്ട് ധ്യാനിക്കുമ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, സഹനങ്ങളെ ഒറ്റയ്ക്ക് അതിജീവിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ പാഴ്വേലകളായി മാറും. എന്നാൽ എൻ്റെ സഹനാനുഭവങ്ങളിൽ തമ്പുരാൻ കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ സഹനം രക്ഷാകരമായിട്ട് മാറും. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അതിക്രൂരമായിട്ട് ആളുകളെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഞാഞ്ഞൂല് പോലത്തെ കുഞ്ഞുപോലും മരണത്തിന് വിധിക്കപ്പെടുകയും അവനിങ്ങനെ ഈ കഴുമരത്തിൽ കടന്ന് അവന് വലിയ ഭാരമില്ലാത്തത് കൊണ്ട് പിടയുകയും ഒക്കെ ചെയ്യുമ്പം നിരീശ്വരവാദികളൊക്കെ ആർത്തട്ടകത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവം എവിടെ പോയി? നിങ്ങളുടെ ദൈവം എവിടെ പോയി? ഒരു കുരുന്നുപാലൻ്റെ ഇത്തരം നീറുന്ന അനുഭവങ്ങളിൽ ഒരു കൈത്താങ്ങാകാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ദൈവം അകലത്തിൽ എവിടെയോ അദൃശ്യനായി വാഴുന്നവനാണ് എങ്കിൽ എവിടെ നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചപ്പം വിശ്വാസികൾ ആരോ വിളിച്ചു പറഞ്ഞു അത്രേ, ഞങ്ങളുടെ ദൈവം അകലത്തിൽ എവിടെയുമല്ല, ആ കുഞ്ഞിനോടൊപ്പം ആ കഴുമരത്തിൽ അവൻ്റെ കൂടെ പിടയുന്നുണ്ട്. ആ കുഞ്ഞിനോടൊപ്പം ആ കഴുമരത്തിൽ അവൻ്റെ കൂടെ പിടയുന്നവനാണ് നമ്മുടെ തമ്പുരാൻ എന്ന് കൃത്യതയോടുകൂടിയിട്ട് നമ്മൾ തിരിച്ചറിയണം. മൊളോക്കോയിലെ കുഷ്ഠരോഗികൾക്കിടയിലേക്ക് പോകാനായിട്ടുള്ള തൻ്റെ ആഗ്രഹത്തെ ഫാദർ ഡാമിയൻ അധികാരികളോട് പറയുകയാണ്.
അധികാരികൾ പറഞ്ഞു, അവിടെ പോയവരാരും ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. അവരെല്ലാവരും കുഷ്ഠരോഗികൾക്കിടയിൽ മരിച്ചതാണ് ചരിത്രം. അവിടെ മുഴുവനും കുഷ്ഠരോഗികളാണ്. ഒരു തരത്തിലും ഇത്ര ചെറുപ്പക്കാരനായ താങ്കൾക്ക് അവിടെ പോയി എത്ര ആരോഗ്യമുണ്ടെങ്കിലും ജീവിക്കാനാവില്ല. 8,000-ഓളം ആളുകളെ തൻ്റെ മടിയിൽ കിടത്തി ശുശ്രൂഷിച്ച് ദൈവസന്നിധിയിലേക്ക് പറഞ്ഞു വിട്ടു ഈ ഫാദർ ഡാമിയൻ. ഒരു 16 കൊല്ലം കുഷ്ഠരോഗികൾക്ക് വേണ്ടി തൻ്റെ കഴിവും സമയവും തനിക്കുള്ളത് മുഴുവനും സമ്പൂർണമായിട്ട് സമർപ്പിച്ച ആ വിശുദ്ധ ജീവിതം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈ ആർക്കും വേണ്ടാത്ത ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തെ സമ്പൂർണമായി വിട്ടുകൊടുത്ത് അനുഗ്രഹമാകാൻ കഴിയുമെന്ന് ലോകത്തോട് ഈ പുണ്യപ്പെട്ട ജീവിതം വിളിച്ചു പറയാം. അദ്ദേഹത്തിൻ്റെ കുമ്പസാരത്തെക്കുറിച്ച് കൂടെ നമ്മൾ അറിയണം. കുമ്പസാരിക്കാനായിട്ട് വലിയ കൊതി അനുഭവപ്പെടുകയാണ്. തനിക്ക് എങ്ങനെയും ഒന്ന് കുമ്പസാരിക്കണം. ആ ദേശത്തെങ്ങും ഒരു പുരോഹിതനെ പോലും കിട്ടാനില്ല. എങ്ങനെയോ അദ്ദേഹം അറിയുകയാണ്, ഈ കപ്പലിൽ ഏതോ പോകുന്ന കപ്പലിൽ പുരോഹിതരുണ്ട് എന്ന അറിയിപ്പ് കിട്ടുന്നു. അദ്ദേഹം ഏറെ കൊതിയോടുകൂടിയിട്ട് തൻ്റെ ചെറിയൊരു വഞ്ചിയിലോ വള്ളത്തിലോ പോയി ഈ കപ്പലിനരികിൽ പോയി എന്നിട്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, അവരിങ്ങോട്ട് വരികയുമില്ല, കാരണം കുഷ്ഠരോഗം പിടിക്കാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ഈ കപ്പലിനടുത്ത് പോയിട്ട് ആ പുരോഹിതനോട് തൻ്റെ വള്ളത്തിലിരുന്നു കൊണ്ട് തൻ്റെ കുമ്പസാരം നടത്തുകയാണ്, ഉറക്കെ തൻ്റെ പാപങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ചാൽ ജീവിതമെന്ന് കുമ്പസാരിക്കാൻ പോലും അവകാശങ്ങളും സാധ്യതകളും നിഷേധിച്ചപ്പോഴും അവിടെ തെല്ലും പരിഭവങ്ങളില്ലാതെ ഈ സഹനത്തെ രക്ഷാകരമാക്കാൻ ഒരുപക്ഷെ പരിശുദ്ധയമ്മയോട് ചേർന്ന് പാഠം പഠിച്ച ഒരു പുണ്യജീവിതം. മാക്സിമിലിയൻ കോൾബയുടെ ജീവിതത്തിലും നമ്മൾ സമാനമായത് കാണുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഈ വെളുത്തതും ചുമന്നതുമായ റോസാപുഷ്പങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തു വേണമെന്ന് ചോദിച്ചപ്പം വിശുദ്ധൻ പറഞ്ഞു വെച്ചത്, എനിക്ക് രണ്ടും വേണം. പൗരോഹിത്യം എന്ന വെളുത്ത റോസാപുഷ്പവും സഹനം രക്തസാക്ഷിത്വം എന്ന ചുമന്ന റോസാപുഷ്പവും തൻ്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ട് ആ വിശുദ്ധൻ വളരെ ത്യാഗസൂരഭിലമായ ഒരു ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയായിട്ട് കാഴ്ചവെച്ചു. അതുകൊണ്ട് അമ്മയ്ക്ക് നമ്മളോട് പറയാനായിട്ടുള്ളത്, വിശുദ്ധ ആൻസലത്തിന്റെ വാക്കുകളിൽ ഇങ്ങനെ പറയുന്നു, വലിയ ദുരന്തങ്ങളിൽ ഒരുപാട് പേർ രക്ഷ തേടിയത് അമ്മയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് മാത്രമാണ്. വലിയ ജീവിതത്തിന്റെ ദുരന്താനുഭവങ്ങളിൽ രക്ഷ നേടാനായിട്ട് സഹായകമായി മാറുക പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്, അമ്മയോടുള്ള പ്രാർത്ഥനയാണ്, അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കലാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പം നമ്മൾ ജപമാല ചൊല്ലാനും തീക്ഷ്ണമായിട്ട് ആത്മീയ വഴികളിലൂടെ സഞ്ചരിക്കാനും തീരുമാനമെടുക്കും. വിശുദ്ധ ബനവഞ്ചർ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും, അമ്മയെ സ്നേഹിക്കുന്നവർക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും, നിത്യനാശത്തിനിടയാകാതെ അമ്മ നമ്മളെ സംരക്ഷിക്കുമെന്ന്. പരിശുദ്ധ അമ്മയെ ഒന്ന് സ്നേഹിക്കാൻ തീരുമാനമെടുത്താൽ നിത്യനാശത്തിന്റെ വഴിയിലേക്ക് എത്താനായിട്ട് ഇടയാകാത്ത വിധം നമ്മുടെ ജീവിതത്തെ അമ്മ ഏറ്റെടുത്ത് വഴി നടത്തി അനുഗ്രഹിച്ച് അഭിഷേകമാക്കും, പുത്രന്റെ സന്നിധാനത്തോട് ചേർത്ത് പിടിക്കും. തിരുസഭ ഇന്ന് കടന്നു പോകുന്ന സഹനങ്ങള്, കേരള സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന സങ്കടങ്ങള്, ഇത്തരം സങ്കടാനുഭവങ്ങളെ രക്ഷാകരമാക്കണമെങ്കിൽ ഈ സഭാമക്കൾ മുഴുവനും, സഭ എന്ന് പറയണത് അത് മെത്രാന്മാരും പുരോഹിതരും സമർപ്പിതരും അൽമായരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘമാണ്. ഇതിൽ ആരെങ്കിലുമൊക്കെ ഈ അനുഗ്രഹത്തിന്റെ വഴിയോട് ചേർന്ന പോരാ, എല്ലാവരും ഒരു മനസ്സോട് കൂടിയിട്ട് ഈ അനുഗ്രഹത്തിന്റെ ആത്മസമർപ്പണ വഴിയിൽ അമ്മയ്ക്ക് വേണ്ടി അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച് ഒക്ടോബറിലൊക്കെ ആവുന്നിടത്തോളം ജപമാല ചൊല്ലിയും ത്യാഗത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചും ഈ അമ്മയുടെ വഴികളെ ജീവിതത്തിന്റെ വഴികളാക്കി മാറ്റി നമ്മളൊന്ന് നിലപാട് തിരുത്തിയാൽ അനുഗ്രഹം ഉണ്ടാവും. ഇതിലേക്കാണ് പ്രിയപ്പെട്ടവനെ നമ്മളൊക്കെ വളരേണ്ടത്. സഭയുടെ തകർച്ചയെക്കുറിച്ചും കുറവിനെക്കുറിച്ചും നമ്മളിങ്ങനെ വാദോരാതെ കവലയിൽ പ്രസംഗിച്ചതുകൊണ്ടോ, ചാനൽ ചർച്ചകളിലൊക്കെ ഈ വിഷയത്തിൽ നടക്കുന്ന സംവാദത്തിന്റെ ഭാഗമായിട്ട് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ നാം ചേർന്നതുകൊണ്ടോ ഒരു ഗുണം ഉണ്ടാവില്ല. മറിച്ച് എൻ്റെ സഭയാണെന്ന വിശ്വാസത്തോടെ, കത്തോലിക്കാ സഭ ആരുടേതാ? ഞാനും നിങ്ങളുമൊക്കെ അംഗമായിരിക്കുന്ന ഈ പരിശുദ്ധ കത്തോലിക്കാ സഭ, നാം ജീവിച്ച് വളരുന്ന ഈ കേരളത്തിലെ സഭ, ഈ സഭ അത് ആരുടെയാ? അത് എൻ്റെയും നിങ്ങളുടെയും സഭയാ. ഞാനും നിങ്ങളുമൊക്കെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ ശരീരത്തിലെ അവയവത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ വ്യത്യസ്തങ്ങളായ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട്, വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങൾ കൊണ്ട് നിഷ്ഠം ഉള്ള ഒരു ജീവിതം, അത്രേ അർത്ഥമുള്ളൂ. കൈക്ക് കാലിനെ കൊണ്ട് ആവശ്യമില്ലെന്നോ കണ്ണിന് കയ്യെ കൊണ്ട് ആവശ്യമില്ലെന്നോ പറയാൻ പറ്റില്ല എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, നമുക്ക് ഈ സഭയുടെ ഭാഗമായിരുന്നു കൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയണം. അതുകൊണ്ട് ഈ സഭയുടെ സഹന വഴികളിൽ, ജീവിതത്തിൻ്റെ ആനന്ദ വഴികളിൽ ഒപ്പം നിൽക്കുന്നവരല്ല അനുഗ്രഹമുള്ളവർ, സഹനത്തിൻ്റെ വഴികളിൽ. ഈ നാളുകളിൽ ഒരു സമ്പന്നനായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം എന്നോട് പങ്കുവെച്ചു.
അച്ഛാ, ഇട്ടുമൂടാനായിട്ട് സമ്പത്തും സങ്കല്പിക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ സുഖവഴികളുമൊക്കെ എൻ്റെ കൈവശമുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഒരു ഫിറ്റ്സ് പോലെ രോഗം വരുന്നു, അങ്ങനെ സുബോധമൊക്കെ നഷ്ടപ്പെടുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ വഴിയിൽ ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്നും വ്യക്തമല്ല. എടുത്തപ്പോഴാണോ, വണ്ടിയെ കയറ്റിയപ്പോഴാണോ, വണ്ടിയെ നിറക്കിയപ്പോഴാണോ എന്നൊന്നും അറിയില്ല. ആശുപത്രി ചെന്ന് ഇദ്ദേഹം ബോധം തെളിഞ്ഞ് പരിശോധിച്ച് നോക്കുമ്പം ശരീരത്തിൽ അവിടെയും എവിടെയുമായിട്ട് ഒരു 5-6 സ്ഥലത്ത് ഫ്രാക്ചറുണ്ട്. ചിന്തിക്കാൻ പോലും പറ്റില്ല. അദ്ദേഹം പറയാണ്, സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. സകല സംവിധാനങ്ങളും വാഹനങ്ങളായിട്ടും സമ്പത്തായിട്ടും വിളിച്ചാൽ വെളിപ്പുറത്ത് ആളുകളുമായിട്ടും എല്ലാം ഉണ്ടായിരിക്കെ ഇതുപോലത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം. ഒടുവിൽ ഒരു സത്യം ആ മനുഷ്യൻ തിരിച്ചറിയുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ഇത്തരം സഹനാനുഭവങ്ങൾ കടന്നു വരുമ്പം നമുക്കതിനെ അതിജീവിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പരിശുദ്ധയമ്മ ചേർന്ന് നിന്നതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയണം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന മാലാഖിയുടെ വെളിപാടിൻ്റെ മുമ്പിൽ സമ്മതം മൂളാനായിട്ട് സന്നദ്ധതയുണ്ടാവണം. സഹോദരൻ പറഞ്ഞ മറ്റൊരു സങ്കടകരമായ കാര്യം, ഇങ്ങനെയൊരു ജീവിതത്തിൻ്റെ ദുരന്തം ഉണ്ടായപ്പോഴാണ് ഒറ്റയാണെന്നും കാര്യമായിട്ട് ആരും കാണാൻ വരുന്നില്ലെന്നും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ആരും എൻ്റെ ഒപ്പം ഉണ്ടാകില്ലെന്നുമൊക്കെ മനസ്സ് കൂടെ കൂടെ പറയാൻ തോന്നിയത്. എല്ലാവരും ഇങ്ങനെ ഫോണൊക്കെ വിളിച്ച് ഹായൊക്കെ പറഞ്ഞതല്ലാതെ കാര്യമായിട്ട് ആരും വന്നില്ല. കോവിഡോടുകൂടിയിട്ട് ഈ ബന്ധങ്ങളിലൊക്കെ വലിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ അയൽവക്കത്ത് പോകുന്ന, പ്രായമായവരെ കാണാൻ പോകുന്ന ഒരു സൗഹൃദത്തിൻ്റെ ശൈലി ഉണ്ടായിരുന്നു. ഇന്ന് കോവിഡിൻ്റെ പേരിൽ അറിഞ്ഞുമറിയാതെയും ബന്ധങ്ങളൊക്കെ മുറിയപ്പെട്ടിരിക്കുകയാണ്. ഏറെ സങ്കടത്തോടെ പ്രത്യേകിച്ചും പ്രായമുള്ളവരൊക്കെ പറയും, അച്ഛാ കോവിഡ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണി തന്നേ. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അവർ പറഞ്ഞു, പണ്ടൊക്കെ അയൽക്കാരും ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമൊക്കെ വെറുതെ വന്ന് കുറച്ചു നേരം വർത്തമാനമൊക്കെ പറയുമായിരുന്നു. കോവിഡ് മൂലം അതൊരു കാരണമായിട്ട് മാറി. ഇന്നാരും അതിന് സന്നദ്ധമാകുന്നില്ല. അപകടകരമായ ഒരു ജീവിതശൈലിയുടെ മുമ്പിൽ പരിശുദ്ധയമ്മ നമ്മളോട് പറയും, ഈ സഹനത്തിൻ്റെ ഓരോ ചുവടിലും അമ്മ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അമ്മയുടെ കൂട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായാൽ ആ അമ്മക്കൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ഇടമുറിയാതെ ഇടപിരിയാതെ ഉണ്ടാവും. സത്യത്തിൽ ഈ ജീവിച്ചിരിക്കുന്ന ഗണത്തിൽ ഏറ്റവും അധികം സഹനങ്ങളെ സ്വീകരിക്കുന്നതും ഏറ്റവും അധികം നൊമ്പരങ്ങളെ പേറുന്നതും ഒരു ഷോക്ക് അബ്സോർബറിൻ്റെ പണിയെടുക്കുന്നതും അമ്മമാരല്ലേ? ഞാനിങ്ങനെ യാത്രയിലൊക്കെ കൗതുകത്തോടെ കാണുന്ന ഒരു കാഴ്ചയാണ്. എത്ര മണിക്കൂറാണ് ഈ അമ്മമാർ ഈ കുഞ്ഞുങ്ങളെ എടുത്തുപിടിച്ചും മടിയിലിരുത്തിയുമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. സങ്കല്പിക്കാൻ പോലും ആവില്ല. നമുക്കൊരു ചെറിയ സഞ്ചി ഒരു അരമണിക്കൂർ മടിയിൽ വെക്കുമ്പം മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഞൊള്ളിച്ചിരിക്കുന്ന അമ്മ 10-50 കിലോ പോലും തൂക്കമില്ല. അസ്ഥി മാത്രമേ ഈ അമ്മയുടെ ശരീരത്തിലുള്ളൂ. ഈ അമ്മ ഒരു മടിയും കൂടാതെ എത്ര മണിക്കൂറുകളാണ് ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മടി കൂടാതെ തൻ്റെ ജീവിതത്തിൽ അതിനെ പരിപാലിക്കുന്നത്. അമ്മയ്ക്ക് മാത്രം കഴിയുന്ന ഒരു പ്രത്യേകതയാണ്. പരിശുദ്ധ അമ്മയും ഈ മാതൃസ്നേഹത്തിൻ്റെ വാത്സല്യഭാവങ്ങളെ മുഴുവനും ചേർത്ത് വെച്ചുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയുകയാണ്, മടി കൂടാതെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഓരോരുത്തരും സഹനവഴികളെ രക്ഷാകരമാക്കാനായിട്ട് അനുകരിക്കേണ്ടതും അനുയാത്ര ചെയ്യേണ്ടതും ഈ അമ്മയുടെ ജീവിതത്തിൻ്റെ ചുവടുകളും വഴികളുമാണ് എന്നോർമ്മിക്കണം. വിശുദ്ധ ബ്രിജിറ്റ് പറയുന്നുണ്ട്, തെറ്റുതിരുത്തിയാൽ കഠിന പാപികളുടെയും അമ്മയാണവൾ, നിഷ്കളങ്കരുടെയും നീതിമാന്മാരുടെയും മാത്രം അമ്മയല്ല അവൾ. എന്നുവെച്ചാൽ തെറ്റുതിരുത്താനായിട്ട് ജീവിതത്തിൽ നമ്മൾ തീരുമാനമെടുത്തു കഴിയുമ്പം പരിശുദ്ധ അമ്മ അവൾ നീതിമാന്മാരുടെയും നിഷ്കളങ്കരുടെയും അമ്മ മാത്രമല്ലാത്തത് കൊണ്ട് ഒരൊറ്റ വിളി നടത്തിയാൽ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി ഇട്ടിറങ്ങി വന്ന് അനുഗ്രഹം നൽകും. അതുകൊണ്ട് സഹനങ്ങൾ നമ്മെ പരാജയപ്പെടുത്തുകയല്ല, കൂടുതൽ കരുത്തോടുകൂടെ ജീവിക്കാൻ ശക്തിപ്പെടുത്തുകയാണ്. ആപ്പിൾ കമ്പനിയുടെ നിർമ്മാതാവും അതിൻ്റെ ഫൗണ്ടറുമൊക്കെയായിരുന്ന സ്റ്റീവ്സ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുഞ്ഞുനാളിലുണ്ടായ സഹനാനുഭവങ്ങളാണ് ഇതുപോലെയുള്ള വലിയ കണ്ടെത്തലുകൾക്ക് തനിക്ക് കരുത്തു പകർന്നത്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരു കമ്പ്യൂട്ടർ മേടിക്കാൻ വേണ്ടിയിട്ട് അതിനോട് ബന്ധപ്പെട്ട് പിന്നീട് ജീവിതത്തിൽ ചെറിയ ചെറിയ ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് കടന്നുപോയ സഹന വഴികൾ സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. അവിടെ അദ്ദേഹം അതിനെ കൂടുതൽ ക്രിയാത്മകമായിട്ട് അതിജീവിച്ച് അത്ഭുതകരമായ കണ്ടെത്തലുകളിലേക്ക് തൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചു. അതുകൊണ്ട് പരിശുദ്ധയമ്മ നമ്മളോട് പറയാണ്,
നമ്മളൊക്കെ ജപമാല എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ സഹനങ്ങളെ ഒരായുധമായിട്ട് ജപമാല ഉപയോഗപ്പെടുത്തി, ഒരാഭരണമായിട്ട് മാത്രമല്ല ആയുധമായിട്ട് ഉപയോഗപ്പെടുത്തി ഈ സഹനത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ രക്ഷാകരമാക്കണം. അൽഫോൺസോസ് എന്ന് പറയുന്ന ലിയോണിലെ രാജാവ്, അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചത് ഓർമ്മയിലുണ്ട്. അദ്ദേഹം നല്ല ഭക്തനായിരുന്നു. ജപമാല പ്രചരിപ്പിക്കാനായിട്ട് ഒരുപാട് പരിശ്രമിച്ചു. അദ്ദേഹം ആ ദേശത്തുള്ള മുഴുവൻ ആളുകളോടും ജപമാല ചൊല്ലാനായിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ജപമാല ചൊല്ലുകയല്ലായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് രോഗിയായി മാറി. അത്യാസന്ന നിലയിലൂടെ കടന്നു പോകുമ്പം അത്ഭുതകരമായിട്ടൊരു വെളിപാടിലൂടെ പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, നിന്റെ ജീവിതത്തിൻ്റെ ഇത്തരം സഹന വഴികളിൽ നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. കാരണമായിട്ട് അമ്മ വെളിപ്പെടുത്തി കൊടുത്തു, നീ ജപമാല ചൊല്ലിയിരുന്നില്ല എങ്കിലും നീ ജപമാല പ്രചരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് മിസ്റ്റർ ഡൊമിനിക്കിനോട് പരിശുദ്ധിയമ്മ വെളിപ്പെടുത്തി കൊടുത്തത്, ജപമാല പ്രചരിപ്പിക്കുന്ന ജീവിതങ്ങളെ സ്വർഗത്തിന് പരിശുദ്ധയമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ജപമാല ചൊല്ലുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ അൽഫോൺസിയോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ജപമാല പ്രചരിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു. അതുകൊണ്ട് മാത്രം നിന്റെ ഈ സഹനത്തിൻ്റെ ഇടയിൽ അത്ഭുതകരമായി ഞാൻ ഇടപെട്ട് നിനക്ക് സൗഖ്യത്തിൻ്റെ വഴിയൊരുക്കുന്നു. തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയോട് നമ്മൾ ചേർന്ന് നിന്നാൽ, പരിശുദ്ധി അമ്മയെ കൂട്ടുപിടിച്ചാൽ നമ്മുടെ ജീവിതം ഒരുപക്ഷെ മാനുഷികമായിട്ട് തകർന്നടിയുന്ന അനുഭവങ്ങളും ചിന്തിക്കാൻ കഴിയാത്ത വിധമുള്ള സഹനത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളും ഉണ്ടാകുമ്പോഴും അമ്മ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, സഹായികയായി സംരക്ഷകയായി അമ്മയുണ്ടെങ്കിൽ നമുക്ക് പതറാതിരിക്കാൻ കഴിയും, കൃപയോടെ ജീവിക്കാൻ കഴിയും, അങ്ങനെ അനുഗ്രഹത്തിലെത്താൻ കഴിയും. പരിശുദ്ധ അമ്മയോട് തുടർന്നുള്ള ആരാധനയിലും സഹനത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ ഇത്ര കൃപയോടെ നെഞ്ചോട് ചേർത്തവളോട് നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ തിരുസഭയ്ക്ക് വേണ്ടി, തിരുസഭ ഇന്ന് കടന്നു പോകുന്ന സഹന വഴികളെ രക്ഷാകരമാക്കാൻ വേണ്ടി അമ്മയോട് മാധ്യസ്ഥം തേടാം. അതിനായി പ്രാർത്ഥിക്കാം. ആരാധനയിൽ അമ്മ നമുക്ക് വേണ്ടി തിരുക്കുമാരൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കട്ടെ. ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹനങ്ങളെ രക്ഷാകരമാക്കി ഞങ്ങൾക്ക് മാതൃകയായി മാറിയ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വ്യക്തിജീവിതത്തിലും ജീവിതാന്തസ്സിലും ആവശ്യമായ മുഴുവൻ അനുഗ്രഹങ്ങളും നൽകാൻ ദിവ്യകാരുണ്യത്തിൽ ഒപ്പമായിരിക്കുന്ന അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹനം മനുഷ്യജീവിതത്തിൻ്റെ ഒഴിച്ചു മാറ്റാനാവാത്ത അനുഭവങ്ങളിൽപ്പെട്ടതാണ്. ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടാത്തതെങ്കിലും ഓടിയെത്തും അത് ജീവിതത്തിൻ്റെ പലയിടങ്ങളിലും ക്ഷണമില്ലാതെ തന്നെ. ഈ സഹന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ പുതിയ ദിശാബോധങ്ങൾ നൽകിയത്, ചിറക് വിടർത്തി അതിനെ അതിജീവിക്കാൻ കൃപ നൽകിയത് പരിശുദ്ധയമ്മയുടെ ജീവിതമാണ്. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ അമ്മ കടന്നുപോയ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ നെരിപ്പോടനുഭവങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താനാവില്ല. പരിശുദ്ധയമ്മ വിശുദ്ധ ബ്രിജിറ്റിന് ഇങ്ങനെ വെളിപ്പെടുത്തിയെന്ന് നാം വായിക്കുന്നുണ്ട്. അമ്മ എന്ന നിലയിൽ മക്കൾ ശത്രുവിൻ്റെ വാളിനിരയാകുമ്പോൾ രക്ഷിക്കാൻ എല്ലാ ശ്രദ്ധയും പരിശുദ്ധയമ്മയ്ക്കുണ്ടാകും. അതുപോലെ തൻ്റെ മക്കൾ ഏതവസ്ഥയിലാണെങ്കിലും അമ്മ അവരെ സഹായിക്കാൻ കടന്നുവരും. എന്തൊരുറപ്പാ! ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധയമ്മ നമ്മളോട് പറയുക, മക്കളെ, ജീവിതമെന്നു കടന്നു പോകുന്നത് ഏത് സങ്കടത്തിൻ്റെ അനുഭവ വഴികളിലൂടെയാണെങ്കിലും, സങ്കല്പിക്കാൻ കഴിയാത്ത വിധമുള്ള നേറുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളിലൂടെയാണെങ്കിലും, ഇതാ അമ്മയോട് ചേർന്ന് ഈ സന്നിധിയിലേക്ക് പ്രാർത്ഥനയോടെ അടുപ്പത്തിലായിരുന്നാൽ മുറിവേതുമറിയുന്ന പരിശുദ്ധയമ്മ എൻ്റെ ജീവിതത്തിൻ്റെ മുറിവുകളെ തിരുക്കുമാരൻ്റെ മുമ്പിലെ തിരുമുറിവോട് ചേർത്ത് ആ അമ്മ ഹൃദയത്തിൻ്റെ, ആ മാതൃഹൃദയത്തിൻ്റെ മുറിവിൽ ചേർത്തു പിടിച്ചു വെച്ച് അനുഗ്രഹമാക്കില്ലേ? നമുക്കും ഹൃദയപൂർവ്വം ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം എന്നു കടന്നു പോകുന്ന ഏതു സങ്കടത്തെയും നൊമ്പരത്തെയും മുറിവിനെയും ആർക്കും പരിഹരിക്കാനാവില്ല എന്ന് മനസ്സ് വല്ലാതെ പറയുന്ന ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെയും ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിറക്കി വയ്ക്കാം. നമുക്കും പ്രത്യാശയോടെ ഈ അമ്മയെ വിളിക്കാം. വിശുദ്ധ ബൈസിൽ ഇങ്ങനെയാ പറയണേ, ദൈവം കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ പരിശുദ്ധ മറിയമാണ്. അതിനാൽ അവളെ ദൈവം കഴിഞ്ഞുള്ള വലിയ പ്രത്യാശ എന്ന് നമുക്ക് വിളിക്കാം. വലിയ പ്രത്യാശയോടെ ഇരുകരങ്ങളും അല്പം തുറന്നു പിടിച്ച് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ അമ്മയ്ക്കൊപ്പം ഇപ്പോൾ ആവശ്യമുള്ള സകല അനുഗ്രഹങ്ങളും സഹനത്തിൽ ഇടപെടാൻ വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹങ്ങളും ചേർത്ത് വെച്ച് മുറിവേതും അറിയുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ ആവേ എല്ലാവരും അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. മുറിവേതുമറിയുന്നൊരമ്മ എൻ്റെ കുറവോർത്ത് ഉരുകുന്നൊരമ്മ. മുറിവേതുമറിയുന്നൊരമ്മ എൻ്റെ കുറവോർത്ത് ഉരുകുന്നൊരമ്മ. സിയോന്റെ വാതിൽ പടിയിലിരുന്ന് കുഞ്ഞേവായെന്നോതുമമ്മ എനിക്കീശോയെ നൽകുന്നൊരമ്മ. സിയോന്റെ വാതിൽ പടിയിലിരുന്ന് കുഞ്ഞേവായ
എനിക്കീശോയെ നൽകുന്നൊരമ്മ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. അമ്മയ്ക്കൊപ്പം ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ മുമ്പിൽ അസാധ്യതയില്ല എന്ന മാലാഖയുടെ വെളിപാടിൻ്റെ മുമ്പിൽ അമ്മ സമ്മതം മൂളുകയാണ്. അന്നാരംഭിച്ച ജീവിതത്തിൻ്റെ സഹന ദുരിതയാത്ര എത്ര രക്ഷാകരമായിട്ടാണ് അമ്മ ജീവിതത്തിലൂടെ അനുഗ്രഹമാക്കി മാറ്റിയത്. ഒരിക്കലും ക്രിയാത്മകമാകാൻ സാധ്യതയുള്ള അനുഭവങ്ങളെ ഈ അമ്മ മനസ്സോടുകൂടെ നമുക്കുമൊന്ന് സമീപിച്ചാൽ അവിടെ അത്ഭുതം ഉണ്ടാവും, അവിടെ അനുഗ്രഹം സംഭവിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ആൻസലം പറയുന്നുണ്ട്, വലിയ ദുരന്തങ്ങളിൽ നിന്നും ഒരുപാട് പേർ രക്ഷ നേടിയത് അമ്മയുടെ നാമം ഉച്ചരിച്ചതുകൊണ്ട് മാത്രം. അമ്മ തൻ്റെ ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഈ സഹനങ്ങളോട് കാണിച്ചത് അസാമാന്യമായ ഉൾക്കരുത്ത. അമ്മയ്ക്കതിന് ബലമായി മാറിയത് സ്വർഗവും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഉൾക്കരുത്തും ഉദരത്തിൽ വളർന്ന് ജീവിതത്തിൽ ഒക്കത്തും ഒപ്പത്തുമായിരുന്ന ഒരമ്മയുടെ മകൻ്റെ സാന്നിധ്യവും കുരിശോളം വിട്ടുപിരിയാത്ത വിധം കൂടെയായിരിക്കുന്ന കരുത്തായി അമ്മ ജീവിതത്തിനത് ബലമായി മാറിയത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രത്യേകമായി നമ്മൾ ഈ ആരാധനയിൽ തിരുസഭയുടെ സഹന വഴികളെ രക്ഷാകരമാക്കാനായിട്ട് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും കേരളത്തിലെ സഭയെന്നു കടന്നു പോകുന്ന വലിയ ദുരിതങ്ങൾ, വിശ്വാസികൾ ആലയത്തിൽ കുറയുന്ന സങ്കടകരമായ അനുഭവങ്ങൾ, ഒന്നിനോടും മമതയില്ലാതെ ഒരുപറ്റം യുവതിയുവാക്കൾ വളർന്നു വരുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകൾ, കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് സഹനം രക്ഷാകരമാക്കാനുള്ള വഴികളൊക്കെ വിട്ടുപേക്ഷിച്ച് ക്ഷണിക സുഖത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന ഒരു വലിയ സങ്കടകാലത്തിൻ്റെ മുമ്പിൽ ആയിരുന്നു കൊണ്ട് അമ്മ സ്വീകരിച്ച നിലപാട്, ദേവാലയത്തിൽ ഉണ്ണിയെ ബലിയർപ്പിക്കാൻ സമർപ്പിക്കാൻ ചെല്ലുമ്പം ശമയോൻ കുഞ്ഞിനെ കരങ്ങളിലെടുത്തു പിടിച്ച് പറഞ്ഞില്ലേ, ശമയോൻ എന്നരുളിയ തിരുവചനം വാളോട് വാൾ ചേർന്ന് കുരിശായിട്ട് അമ്മയങ്ങ് ഏറ്റെടുക്കുക. അങ്ങനെയാണ് മുറിവുകളോട് രക്ഷാകരമായ അനുഭവ വഴികൾ അമ്മ സ്വീകരിച്ചത്. ഒരുപക്ഷെ അമ്മയുടെ വാളനുഭവങ്ങളെക്കുറിച്ച് വളരെ വ്യക്തതയോടുകൂടെ തൻ്റെ അധരത്തിലൂടെ ശമയോൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും. അമ്മ ആ വാളനുഭവങ്ങളെ വാളുവാളായി ചേർത്ത് വെച്ച് കുരിശായി അത് മകന്റെ ജീവിതത്തിൻ്റെ യാത്രയ്ക്കു കരുത്തായി മാറാൻ സ്വീകരിച്ച അതേ ഭാവത്തോടെ നമുക്കും നമ്മുടെ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹത്തോടെ ശമയോന്റെ വാക്കുകളെ അമ്മ സ്വീകരിച്ച മനസ്സോടെ സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ശിമയോനന്നരുളിയ തിരുവചനം വാളോടു വാൾ ചേർന്നു കുരിശായുള്ളിൽ. ശിമയോനന്നരുളിയ തിരുവചനം വാളോടു വാൾ ചേർന്നു കുരിശായുള്ളിൽ. ആ മനോഭാരം നീ അറിഞ്ഞതല്ലേ, എൻ്റെ നീറ്റലെല്ലാം അമ്മ ആറ്റാൻ വരണേ. ആ മനോഭാരം നീ അറിഞ്ഞതല്ലേ, എൻ്റെ നീറ്റലെല്ലാം അമ്മ ആറ്റാൻ വരണേ. ആവേ ആവേ അമ്മേ അമ്മേ എല്ലാവരും ചേർന്ന്
അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹനങ്ങളെ പഴിക്കാതിരിക്കാൻ, പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ, വിട്ടുപേക്ഷിച്ചും നഷ്ടപ്പെടുത്തിയും ജീവിതം തന്നെ അപകടപ്പെടുത്തിയുമൊക്കെ കുറുക്കുവഴികൾ തേടാൻ ലോകം വല്ലാണ്ട് വെമ്പുമ്പം പരിശുദ്ധയമ്മയ്ക്കൊന്നേ പറയാനുള്ളൂ: ഈ രക്ഷാകര സഹനാനുഭവങ്ങളെ നീ അഭിഷേകത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? വിശുദ്ധ ജർമാനോസിന്റെ വാക്കുകൾ അങ്ങനെയാണ്. അതിശക്തമായ അമ്മയുടെ നാമം ഉച്ചരിക്കുമ്പോൾ എല്ലാ ബന്ധനങ്ങളും അഴിയുന്നത് കാണാനിടയായിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തിൽ അമ്മയുണ്ടല്ലോ. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ നമുക്കറിയാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും അമ്മയെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരുസഭയുടെ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെ, കേരളത്തിലെ സഭ ഇന്ന് അനുഭവിക്കുന്ന പ്രതികൂലതകളെ നമുക്ക് അതിജീവിക്കാൻ കഴിയട്ടെ. ജപമാല കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സൈന്യം പോലെ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് ഒരു ധീരതയുള്ള പടയാളിയുടെ മനസ്സോടെ നമുക്ക് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് സഭ ഇന്ന് പെട്ടുപോയ പിശാചിന്റെ കെണികൾ, സഭാമക്കൾ ഇന്ന് ഈ മാധ്യമത്തിൻ്റെ സ്വാധീനം വഴി പുതുകാലത്തിൻ്റെ വലിയ ശക്തമായ ഒരു കുത്തൊഴുക്കിൽപ്പെട്ട് സഭയോടും സംവിധാനത്തോടും വിശ്വാസത്തോടും ആത്മീയതയോടുമൊക്കെ മറുതലിക്കുന്ന ഒരപകട സംസ്കാരത്തിൻ്റെ നീറുന്ന അനുഭവങ്ങളുമായി നിൽക്കുമ്പം വിശ്വാസികളായി നമുക്കൊരു കടമയുണ്ട്. അമ്മ കുഞ്ഞുങ്ങളെ ചേർത്ത് പൊതിഞ്ഞു പിടിക്കും പോലെ ജീവിത പങ്കാളിയുടെ കുറവും മക്കളുടെ പോരായ്മകളുമൊക്കെ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരമ്മയെപ്പോലെ ഈ പരിശുദ്ധ അമ്മയോട് നമുക്ക് പറയാം: അമ്മേ, വെറുതെ നാലാള് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പൊതിഞ്ഞുപിടുത്തമല്ല, ജീവിതത്തിൽ ഒരിക്കലും പരുക്കാകാതിരിക്കാൻ, ഞങ്ങൾക്ക് ദുരന്തമായി തീരാതിരിക്കാൻ ഇന്ന് ഞങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന, സഭ കടന്നു പോകുന്ന, വ്യക്തിബന്ധങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ച് ഒന്ന് പൊതിഞ്ഞു പിടിച്ച്, ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഇരുകരങ്ങളും തിരുസന്നിധിയിലേക്ക് നമുക്കൊന്ന് ഉയർത്താം. നമുക്ക് നമ്മെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. ഈ സഹനത്തിന്റെ അനുഭവങ്ങളെ, കുരിശനുഭവങ്ങളെ രക്ഷാകരമായ കുരിശോട് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ കരങ്ങൾ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഉന്നതങ്ങളിലേക്ക് ഉയർത്തി ഉയർത്തപ്പെട്ടവനായ തമ്പുരാൻ എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട്: ഒന്ന് ഉയർത്തിപ്പിടിച്ചേ കരങ്ങൾ. സ്നേഹത്തോടെ സഹനങ്ങളെ ആ കുരിശ് രൂപത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടൊന്ന് വിട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി, ദൈവമേ ആരാധന, യേശുവേ സ്തോത്രം, മഹത്വം, കർത്താവേ നന്ദി, ദൈവമേ ആരാധന, 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 ഹല്ലേലൂയ, സ്തോത്രം, കർത്താവേ നന്ദി, ദൈവമേ ആരാധന, മഹത്വം, കർത്താവേ നന്ദി പറയുന്നു, ഈശോയെ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ മഹത്വം, 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 ദൈവമേ ആരാധന, 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 യേശുവേ നന്ദി, 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 കർത്താവേ കരുണ കാണിക്കണമേ, അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, 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 മഹത്വം. സഭാപിതാക്കന്മാരെ ഓർമ്മപ്പെടുത്തും. അമ്മ തൻ്റെ ജീവിതത്തിൽ സമ്മതം മൂളിയപ്പോൾ ആരംഭിച്ച കുരിശനുഭവങ്ങളെ മകൻ്റെ കാൽവരി കുരിശായിട്ട് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിൽ ആ കുരിശുമായിട്ട് ആ മകൻ്റെ കാൽവരി യാത്രയോളം അമ്മ നടന്നു. ദുഃഖവെള്ളിയാഴ്ച മാത്രം പുത്രൻ തമ്പുരാൻ കുരിശു വഹിച്ചെങ്കിൽ മനസ്സാ കുരിശോട് ചേർന്നവൾ കാൽവരിയോളം, കാൽവരി യാത്രയുടെ തുടക്കത്തോളം ഈ കുരിശ് ഹൃദയത്തിൽ പേറിയവൾ. നമുക്കും നമ്മുടെ അനുഭവങ്ങളെ മുഴുവനും, ഈ കുരിശ് അനുഭവങ്ങളെ മുഴുവനും ദിവ്യകാരുണ്യത്തോട് ചേർത്ത്
അമ്മയുടെ കുരിശനുഭവങ്ങളോട് ചേർത്ത് പാടി പ്രാർത്ഥിക്കാം. മനസാൽ കുരിശോടു ചേർന്നു നിന്ന് സ്ലീവായെ മാനിച്ച സ്ത്രീയാണു നീ. മനസാൽ കുരിശോടു ചേർന്നു നിന്ന് സ്ലീവായെ മാനിച്ച സ്ത്രീയാണു നീ. പ്രിയ മകൻ തോളേറ്റുവാങ്ങും വരെ ആ കുരിശു ചുമന്നതും നീ തന്നയാ. പ്രിയ മകൻ തോളേറ്റുവാങ്ങും വരെ ആ കുരിശു ചുമന്നതും നീ തന്നയാ. മുറിവേതുമറിയുന്നൊരമ്മ എൻ്റെ കുറവോർത്ത് ഉരുകുന്നൊരമ്മ. മുറിവേതുമറിയുന്നൊരമ്മ എൻ്റെ കുറവോർത്ത് ഉരുകുന്നൊരമ്മ. സിയോന്റെ വാതിൽ പടിയിലിരുന്ന് കുഞ്ഞേവായെന്നോതുമമ്മ എനിക്കീശോയെ നൽകുന്നൊരമ്മ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇക്കാലം തിരുസഭയെ രക്ഷാകര സഹനാനുഭവങ്ങളിൽ നിന്ന് നൈമിഷിക സുഖവഴികളിലേക്ക് മാറ്റാൻ ശക്തമായിട്ട് ഇടയാക്കിയിട്ടുണ്ട്. ഒരു ഗ്ലോറിയസ് സഭയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു സഫറിംഗ് ചർച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു. പ്രസ്ഥാനങ്ങൾ കൊണ്ടും ഏതൊക്കെയോ പ്രവൃത്തികൾ കൊണ്ടും മാത്രം സഭ ഇന്ന് കടന്നു പോകുന്നു. തിരുത്തലുകൾ ആവശ്യമുള്ള ഇടങ്ങളെ തിരുസന്നദ്ധിയിലേക്ക് കൊടുക്കാം. നമുക്കും ആഗ്രഹത്തോടെ പറയാം, തമ്പുരാനെ, ഞങ്ങൾക്ക് ജന്മം കൊടുത്ത് മാമോദീസയിലൂടെ കുമ്പസാരത്തിലൂടെ പാപങ്ങൾ കഴുകി സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ജ്വലിപ്പിച്ച് ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലൊക്കെ വിവാഹമെന്ന കൂദാശയിലൂടെയും പൗരോഹിത്യമെന്ന കൂദാശയിലൂടെയും സമർപ്പിത ജീവിതത്തിൻ്റെ അഭിഷേകത്തിലൂടെയും ഒക്കെ ഞങ്ങളെ സ്വന്തമാക്കി മരണകരമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ രോഗീലേപനമേകി അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഏടിലും ഇങ്ങനെ ഇടമുറിയാതെ ഞങ്ങളെ ചേർത്തു പിടിച്ച് വഴി നടത്തുന്ന ഈ തിരുസഭ, ആ സഭയുടെ സങ്കടത്തെ, വഴിമാറലുകളെ വഴിപറയാതെ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥന കൊണ്ട് അമ്മയോടൊപ്പം ഞങ്ങളൊന്ന് ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തൊരു തീരുമാനമെടുക്കാം. ഉള്ളിൽ ആഗ്രഹത്തോടെ പറയാൻ സാധിക്കണം, ഈ സഭയെ, എൻ്റെ സഭയെ ഞാൻ അഭിഷേകത്തോടെ ചേർത്ത് പിടിക്കുക. മറിയത്തിൻ്റെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കാം. മുഴുവനും സഹനങ്ങളെ മുഴുവനും വിട്ടുകൊടുക്കാം. സഭയുടെ രക്ഷാകരമായ അനുഭവത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളെ സമർപ്പിക്കാം. ഏതെങ്കിലും വിധത്തിൽ സഭയും സഭയുടെ ശുശ്രൂഷകരും അധികാരികളും നേതൃനിരയിലുള്ളവരും വഴിമാറലുകൾക്ക് വിധേയപ്പെട്ടെടുത്ത തീരുമാനങ്ങളൊക്കെ സഹനങ്ങൾ ഒഴിവാക്കാനുള്ളതായി മാറിയെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാം. സഭയ്ക്ക് വേണ്ടി ഈ ഒക്ടോബറിൽ ഞാനായിരിക്കുന്ന ഈ സഭാ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചില സഹനങ്ങളെ ഏറ്റെടുക്കാം. അധികം ജപമാല ചൊല്ലി അമ്മയോടൊപ്പം ഈ തിരുസന്നിധാനത്ത് വന്നിരിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ സമയം ചെലവഴിച്ചുകൊണ്ട് അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവകാശികളാകാം. ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മറിയത്തിൻ്റെ മുമ്പിൽ ചേർന്ന് പാടി പ്രാർത്ഥനയോടെ
നമുക്കും സഹനങ്ങളിലേക്ക് ഒരു രക്ഷാകരമായ ദൈവിക പ്രഭ കടന്നു വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനു മുമ്പിലായിരിക്കും. മറിയത്തിൻ മുന്നിൽ നിറമിഴിയോടെ ഇരു കൈകളും കൂപ്പി നിന്നിടുക. മറിയം നിന്നുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ കാണും, കണ്ണുനീരൊപ്പിടും. മറിയത്തിൻ മുന്നിൽ നിറമിഴിയോടെ ഇരു കൈകളും കൂപ്പി നിന്നിടുക. മറിയം നിന്നുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ കാണും, കണ്ണുനീരൊപ്പിടും. അമ്മേ മറിയമേ ഞങ്ങളിതാ ആദരാൽ കൈകൂപ്പിടുന്നു മുന്നിൽ. അമ്മേ മറിയമേ ഞങ്ങളിതാ ആദരാൽ കൈകൂപ്പിടുന്നു മുന്നിൽ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിശാചിങ്ങനെ കെണിയൊരുക്കി കാത്തിരിക്കുക. വിശ്വാസികൾക്കിടയിൽ, സഭാ സമൂഹത്തിലെ വിവിധ റീത്തുകൾക്കിടയിൽ, പുരോഹിതർക്കും സമർപ്പിതർക്കുമിടയിൽ, ഇടയനും ആടുകൾക്കുമിടയിൽ ചിന്തിക്കാൻ കഴിയാത്ത വിധമുള്ള കെട്ടുപാടുകളെ കൊണ്ടുവന്നിട്ട് തെറ്റിദ്ധാരണകളെ വളർത്തിയിട്ട് തകർക്കാൻ ശ്രമിക്കുമ്പം, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സഭയെ ചേർത്ത് പിടിക്കാം, ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഒക്ടോബർ മാസത്തിൽ അമ്മയ്ക്കൊരു പുഷ്പകിരീടം എന്ന ഈ ആത്മീയ വഴികളിലോട് ചേർന്ന് തിരുസഭ എന്ന നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി, എൻ്റെ വിശ്വാസത്തിൻ്റെ ജീവിത വഴിയിലെ ഇടറാത്ത വഴിയിൽ അനുഭവങ്ങളായി, അനുഗ്രഹമായി, വെളിച്ചമായി, പ്രഭയായി, പ്രകാശമായി മാറിയ സഭയോട് ചേർന്ന് നമുക്കും ജീവിതത്തെ കുറേയും കൂടെ കരുത്തുറ്റതാക്കി മാറ്റാം. ജപമാല എന്ന ആയുധം നമ്മുടെ കരങ്ങളിൽ ചേർത്തു പിടിക്കാം. വലിയ സ്നേഹത്തോടുകൂടെ നമുക്ക് പറയാം, ഒറ്റയ്ക്ക് യാത്ര ലക്ഷ്യത്തിലെത്തുക അസാധ്യമാണ്. തമ്പുരാനോടൊപ്പമാണെങ്കിൽ എല്ലാം സാധ്യമാണ്. വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തും പോലെ നമുക്കും പറയാൻ പറ്റണം, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ അഴിയാത്തതൊന്നുമില്ല, പരിഹരിക്കപ്പെടാത്തതായിട്ടൊന്നുമില്ല. ജീവിതത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും വഴിയും എല്ലാ രോഗങ്ങളും മാറും, എല്ലാ കഷ്ടതകളും നീങ്ങും, എല്ലാ പൈശാചിക പീഡകൾക്കും വിടുതലുണ്ടാവും, ജീവിതം പുതുതാക്കപ്പെടും. വിശുദ്ധരൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നുണ്ട്, പിശാചുക്കളെ ഓടിക്കാൻ, ബന്ധനങ്ങളെ അഴിക്കാൻ, ദുശീലങ്ങൾ മാറാൻ, കഷ്ടതകൾ നീങ്ങാൻ, നിന്റെ നീതിബോധം വർദ്ധിക്കാൻ, നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ള സകല മേഖലയിലേക്കും പരിശുദ്ധ കുർബാന സ്വാധീനമായി മാറും. നമ്മൾ ആരാധനയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പം, ആശീർവാദത്തിൻ്റെ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അഴിയാത്ത ബന്ധനങ്ങളില്ല. ആ വരികളോട് ചേർന്ന് പാടിയാണ് നമ്മൾ അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുക. ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിൽ നിന്നും ഒഴുകിയിറങ്ങാത്തതും മാറ്റാൻ കഴിയാത്തതും അങ്ങനെ ഒന്നുമില്ലെന്ന് തിരിച്ചറിയണം. വലിയ വിശ്വാസത്തോടുകൂടെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ഈ തിരുസഭ കടന്നു പോകുന്ന, കേരള സഭ കടന്നു പോകുന്ന, നമ്മുടെ സഭകളൊക്കെ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിൽ അവിടേക്ക് വലിയ കൃപയൊഴുകാൻ വേണ്ടി ആവർത്തിച്ച് നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ച്, എൻ്റെ സഹനങ്ങളെ ചേർത്ത് വെച്ച് തിരുസഭയിൽ അത് രക്ഷാകരമായി മാറാൻ ആഗ്രഹിച്ച് അഭിഷേകത്തോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല. ദിവ്യ
കാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ദിവ്യ കാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യ കാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യ കാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യ കാരുണ്യത്തെ. സഹനാനുഭവങ്ങളെ രക്ഷാകരമാക്കിയ അമ്മയ്ക്കൊപ്പം അവിടുത്തെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുസഭയുടെ, കേരള സഭയുടെ സഹന വഴികളെ രക്ഷാകരമാക്കാനുള്ള കൃപയൊടുകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വ്യക്തിജീവിതത്തിന്റെ സഹനങ്ങളെ രക്ഷാകരമാക്കാൻ അമ്മവഴികൾ സ്വീകരിക്കാൻ പഠിപ്പിച്ച പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.